السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه وأعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ വിമർശകർ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാം അടിമത്തം സമ്പൂർണമായി നിരോധിക്കാതിരുന്നത് എന്ന്. നീതിയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും പിന്നെ ഇസ്ലാമിൻ്റെ സംസാരിക്കാൻ എന്തവകാശമാണ് എന്നാണ് അത്തരം വിമർശകർ പലപ്പോഴും ഉന്നയിക്കാറുള്ളത്. ഇതിന് മറുപടി പറയും മുമ്പ് ചില വസ്തുതകൾ നാമൊക്കെ മനസ്സിലാക്കണം. ഇസ്ലാമിക നിയമത്തിന് മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. സമ്പത്തോ അധികാരമോ ഉണ്ട് എന്നതുകൊണ്ട് സവിശേഷമായ ഒരവകാശവും ഇസ്ലാം ആർക്കും വെച്ച് നൽകുന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിങ്ങനെയാണ്: യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചു, മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. വജഅൽനാകും, നിങ്ങളെ നാം ആക്കി, ശുഊബൻ, സമുദായങ്ങളും, വഖബായില, ഗോത്രങ്ങളും. എന്തിനു വേണ്ടി? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യരും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കൾ എന്ന നിലക്ക് തുല്യരാണ്, തുല്യാവകാശമുള്ളവരാണ്, ഒരേ വിധത്തിലുള്ള നീതി അനുഭവിക്കേണ്ടവരാണ്. എന്ന് മാത്രമല്ല, ഇതിന് അടിവരയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അലാ, നിങ്ങൾ അറിയണം, ഇന്ന റബ്ബക്കും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്. അല, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, ലാ ഫദ്ല ലി അറബിയിൻ അല അഅജമി, ഒരറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ല. അനറബിക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. എന്തുകൊണ്ടല്ലാതെ? ഇല്ല ബിത്തഖ്വ, ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന് വിശുദ്ധ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിവേചനങ്ങളെ കൃത്യമായി നിരാകരിക്കുന്ന ഇസ്ലാം
എന്തുകൊണ്ട് അടിമത്തത്തെ സമ്പൂർണമായി നിരോധിച്ചില്ല എന്ന വിമർശകരുടെ ചോദ്യം അത് സ്വാഭാവികം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ദൗത്യവുമായി വരുന്ന സന്ദർഭത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്നു. ആഫ്രിക്കയിലുണ്ട്, അമേരിക്കയിലുണ്ട്, പുരാതന റോമിൽ പോലും വിവിധ രാജ്യങ്ങളിൽ. അവിടെ മനുഷ്യന്മാരെ കേവലം ചരക്കുകളായി കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുകയാണ്. കന്നുകാലികളെ വിൽക്കും പോലെ മനുഷ്യരെ വിൽക്കപ്പെടുന്ന ഒരു കാലം. മാർക്കറ്റുകളിൽ രണ്ടേ രണ്ട് അവകാശങ്ങൾ അനുഭവിക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചിരുന്നു. ഒന്ന് ഉണ്ണാനും മറ്റൊന്ന് കിടക്കാനും. എന്തായിരുന്നു അവർ ഉണ്ണിയത്, എന്താ കഴിച്ചത്? അത് യജമാനന്മാരുടെ എച്ചിൽ അല്ലേ, തിന്നതിന് ശേഷം വലിച്ചെറിയുന്ന അവശിഷ്ടം തിന്നാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവർ. അവർ താമസിച്ചിരുന്നത് കാലിത്തൊഴുത്തുകൾക്ക് സമാനമായ സാഹചര്യത്തിലാണ്. യാതൊരു വിധത്തിലുള്ള നീതിയോ അവകാശമോ ലഭിക്കാത്ത ഒരു സമൂഹമായിരുന്നു അന്ന് അറബികൾ. ആ ക്രൂരതകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നിരന്തരമായി യജമാനന്മാരുടെ ചാട്ടവാർ മുഖത്ത് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട പതിതരായ ഒരു സമൂഹമാണ് അടിമകൾ. പലപ്പോഴും അടിമപ്പോരുകൾ സംഘടിപ്പിക്കാറുണ്ട്. അടിമപ്പോരുകൾ അഥവാ അടിമകൾ പരസ്പരം തല്ലിച്ചാവുന്നത് കണ്ടാസ്വദിക്കാൻ ഒരു വിനോദമെന്ന നിലക്ക് അടിമപ്പോരുകൾ സംഘടിപ്പിച്ച ഒരു കാലമാണ്. ഇന്ത്യയിൽ പക്ഷേ എല്ലാ കാര്യങ്ങളും ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിമത്തം എന്നത് ദൈവനിശ്ചയമാണ് എന്നാണ് അവർ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഈ സമീപകാലം വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിമത്ത സമ്പ്രദായം അങ്ങനെ നിലനിന്നു പോകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ അടിമത്ത സമ്പ്രദായത്തെ പൂർണ്ണമായി നിരോധിക്കും മുമ്പ് അടിമകളോട് ഇസ്ലാം സ്വീകരിച്ച നിലപാടെന്ത് എന്നുകൂടി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, തുടക്കം ഇങ്ങനെയാണ്: വഅബ്ദുല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈഅൻ, അവനോടൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോടും അതേ വിധം. വൽ യതാമ, അനാഥകളോടും അങ്ങനെ തന്നെ നിങ്ങൾ വർത്തിക്കണം. വൽ മസാക്കീൻ, പാവപ്പെട്ട ജനങ്ങളോടും അങ്ങനെ തന്നെ പോരാ. അയൽപക്കത്തുള്ള ബന്ധുക്കളോട്, അയൽപക്കത്ത് ജീവിക്കുന്ന അന്യരായ ആളുകളോട്, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന കൂട്ടുകാരോട്, യാത്രക്കാരോട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് വമ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ വലത് കരങ്ങൾ ഉടമപ്പെടുത്തിയവരോടും നിങ്ങൾ ഏറ്റവും നല്ല വിധത്തിൽ വർത്തിക്കണം, പെരുമാറണം എന്ന് അള്ളാഹു. എന്താണ് ഈ വലത് കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? വലത് കൈ ഉടമപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ അധീനതയിലുള്ള കീഴിലുള്ള അടിമകൾ എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കടിമകൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, അവർ നിങ്ങളുടെ ബന്ധുക്കളാണ്. നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അത് അവരെ കഴിപ്പിക്കണം. നിങ്ങൾ എന്ത് ധരിക്കുന്നുവോ അത് അവരെ ധരിപ്പിക്കണം. നിങ്ങൾ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്ത് ഒരു ജോലിയും അവർക്ക് നൽകരുത്. അങ്ങനെ നിങ്ങൾ നൽകുന്ന പക്ഷം അവരെ സഹായിക്കുകയും വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, യജമാനന്മാരെ, നിങ്ങളുടെ കീഴിൽ അടിമകളുണ്ടെങ്കിൽ, നിങ്ങളുടെ അധീനതയിൽ അടിമകളുണ്ടെങ്കിൽ, ലാ യഖുൽ അഹദുക്കും, ഒരാളും തന്നെ ഇങ്ങനെ പറയരുത്. എങ്ങനെ? അമത്തി വ അബ്ദി, ഒരാവശ്യത്തിന് വേണ്ടി സ്വന്തം അടിമയെ അടുത്ത് വിളിക്കുമ്പോൾ എൻ്റെ അടിമേ അല്ലെങ്കിൽ എൻ്റെ അടിമപ്പെണ്ണെ ഇങ്ങോട്ട് വാ എന്ന് പറയാൻ പാടില്ല. മറിച്ച് വലിയഖുൽ ഫത്തായ വ ഫത്താത്തി വ ഗുലാമി, എൻ്റെ സഹോദര,
എൻ്റെ സേവക, എന്നോടൊപ്പം നിൽക്കുന്നവളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ മാന്യതയാണ്, വലിയ സുരക്ഷിതത്വമാണ് അവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലും പരിശുദ്ധമായ ഇസ്ലാമും സ്വീകരിച്ചത് എന്ന് ബോധ്യപ്പെടുത്താനായി ഇത്രയും പറഞ്ഞത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു യജമാനൻ തൻ്റെ അടിമയെ വധിക്കുന്നുവെങ്കിൽ അവനെ ഞാൻ വധിക്കും. ഏതെങ്കിലും ഒരു യജമാനൻ തൻ്റെ അടിമയുടെ കൈകാലുകൾ, അവയവങ്ങൾ വെട്ടിമാറ്റുന്നുവെങ്കിൽ അവൻ്റെ അവയവങ്ങൾ ഞാൻ വെട്ടിമാറ്റും. അടിമയാരെങ്കിലും ഷണ്ഡീകരിക്കുന്നുവെങ്കിൽ അവരെ ഞാൻ ഷണ്ഡീകരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, എങ്ങനെയാണ് അവരെ കണ്ടത് എന്നായി പറയുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വഹീഹായ ഒരു ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്തുനിന്ന് യാത്ര പറയുമ്പോൾ അവസാനമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കെന്തായിരുന്നു? കാന ആഖിറു കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭത്തിൽ അവസാനമായി പറഞ്ഞ വാക്കുകൾ നമുക്കറിയാവുന്നതാണ്. ആദ്യം പറഞ്ഞത് അസ്വലാ അസ്വലാ എന്നാണ്. ആയിഷ ബീവി അത് കേട്ടിട്ടുണ്ട്. വളരെ പതുക്കെയായിരുന്നു. എന്നാലും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. അലംഭാവം ഉണ്ടാകാൻ പാടില്ല. അതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഖിറത്തിൽ പ്രഥമ വിചാരണയ്ക്ക് വിധേയമാകുന്ന ആരാധനയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒട്ടുമേ അശ്രദ്ധ പാടില്ല എന്ന കനത്ത താക്കീതും മുന്നറിയിപ്പും. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തഖുല്ലാഹ ഫീമ മലക്കത്ത് അയ്മാനുക്കും. നിങ്ങൾ അള്ളാഹുവെ ഏറെ സൂക്ഷിക്കണം കേട്ടോ. എന്തിൽ? നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയതിൽ, അഥവാ നിങ്ങളുടെ കീഴിലുള്ള അടിമകളുടെ കാര്യത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിയോഗ സമയത്ത് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അത് നമ്മെ അറിയിക്കുന്ന കാര്യം, നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അത്രമാത്രം അടിമകളുടെ കാര്യത്തിൽ ശ്രദ്ധയും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഈ ഉമ്മത്തിൻ്റെ സമുദായത്തിന് വലിയ ബാധ്യതയുണ്ട് എന്നറിയിക്കുന്ന വാക്കുകളായിരുന്നു അവിടുന്ന് ആ സന്ദർഭത്തിൽ ഉരുവിട്ടത്. എന്ന് മാത്രമല്ല, സ്വർഗം കിട്ടുന്ന മഹത്തായ പുണ്യമാണത്, വലിയ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സൂറത്തുൽ ബലദ് എന്നൊരു സൂറത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതിലെ 11-ാമത്തെ ആയത്ത് നമുക്കൊക്കെ അറിയാം. ഫലഖ്തഹമൽ അഖബ, നാം പഠിച്ചതാണ്. ഫലഖ്തഹമൽ അഖബ, നിങ്ങൾ ദുർഘടമായ ആ പാത താണ്ടിക്കടന്നിട്ടില്ല എന്നാ പറയുന്നത്. ദുർഘടമായ പാത താണ്ടിക്കടക്കേണ്ടത് എന്തിനാണ്? അത് സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ്. സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ ഒട്ടുമേ എളുപ്പമല്ല. പ്രതിസന്ധികൾ നിറഞ്ഞ, മുള്ളുകളും കുപ്പിച്ചില്ലുകളും നിറഞ്ഞ, പ്രതിബന്ധങ്ങളുള്ള, മുടക്കുകളുള്ള ആ ദുർഘടമായ പാത നിങ്ങൾ ഇതുവരെ താണ്ടിക്കടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്താനുള്ള വഴി ഇതുവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമാ അദ്റാക മല്ലഖബ, എന്താണ് ആ ദുർഘടപാത എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഫക്കു റഖബ, ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ് ദുർഘടമായ പാത താണ്ടിക്കടക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സ്വർഗത്തിലെത്തിക്കുന്ന ഏറ്റവും പുണ്യമായ ഒരു കാര്യം ഒരടിമയെ മോചിപ്പിക്കുക എന്നാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാൻ. എന്ന് മാത്രമല്ല, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമംറിഇൻ, ഏതൊരു മനുഷ്യനാണ്, എങ്ങനെയുള്ള മനുഷ്യൻ? മുസ്ലിമായ ഏതൊരു മനുഷ്യൻ, അദ്ദേഹം അഅതഖ ഇംറഅൻ മുസ്ലിമ, ഒരു മുസ്ലിമായ അടിമയെ മോചിപ്പിക്കുന്നു എന്ന് വെക്കുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം അടിമയെ മോചിപ്പിക്കുമ്പോൾ ഇസ്തൻഖദല്ലാഹ് ബികുല്ലി ഉൾവിൻ മിൻഹു, മോചിക്കപ്പെടുന്ന മനുഷ്യന്റെ ഓരോ അവയവത്തിനും പകരമായി അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. മോചിപ്പിക്കപ്പെടുന്ന അടിമയുടെ ഓരോ അവയവത്തിനും പകരമായി അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. എന്ത്? ഉളുവൻ മിൻഹു മിനന്നാർ, മോചിപ്പിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങളെ എവിടെ നിന്ന്?
നരകത്തിൽ നിന്ന്. അപ്പോൾ ഒരാൾ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു വിശ്വാസി ഒരു അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ആ മോചിപ്പിക്കപ്പെടുന്ന അടിമയുടെ അവയവങ്ങൾക്ക് സമാനമായ അത്രയും അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ മുഴുവൻ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഫികാകഹു മിനൻ നാർ, മോചിപ്പിക്കുക എന്നത് നരകത്തിൽ നിന്ന് മറ്റൊരാളെ മോചിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി ചോദിക്കുന്നുണ്ട് നബിയോട്. ആ സഹാബിയുടെ പേര് അബൂ ദർ റളിയല്ലാഹു തആല അൻഹു എന്നാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യാ റസൂലല്ലാഹ് ഫഅയ്യു റിഖാബി അഫ്ളൽ, ഏറ്റവും നല്ല അടിമ മോചനം അതേതാണ്? എപ്പോഴാണ് അടിമത്ത മോചനം, ഒരാളെ മോചിപ്പിക്കുക ഏറ്റവും നല്ല കർമ്മമായി തീരുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അയലഹ തമനൻ, വിലയുള്ള അടിമയെ മോചിപ്പിക്കണം. നല്ല ആരോഗ്യമുള്ള, കൈക്കരുത്തുള്ള, തൻ്റെടമുള്ള, അല്ലേ, എന്ത് ജോലിയും സന്നദ്ധനായ, പറഞ്ഞതൊക്കെ കേൾക്കാൻ തയ്യാറുള്ള, അങ്ങനെ കഴിവും കരുത്തും വിലയുമുള്ള അടിമയെ മോചിപ്പിക്കുക എന്നതാണ് പ്രധാനം. ഒപ്പം വഅൻഫുസുഹ ഇൻദ അഹ്ലിഹ, യജമാനന് ഏറ്റവും പ്രിയപ്പെട്ടവനുമായി. അടിമയാണെങ്കിലും പ്രിയപ്പെട്ട അടിമകളുണ്ടാകും, അവനെൻ്റെ അടിമയാണെന്ന് അഭിമാനത്തോടെ പറയുന്ന യജമാനന്മാരുണ്ടാകും. അതുപോലെയുള്ള അടിമകളെ മോചിപ്പിക്കലാണ് ഏറ്റവും പുണ്യം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടിയിലേക്ക് എത്തും മുമ്പ് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളായി പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു മനുഷ്യന് ഇവിടെ ജീവിക്കുമ്പോൾ 2 പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു കർമ്മമുണ്ട് എന്ന്. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന് നമുക്ക് ഒരു പ്രതിഫലം ലഭിക്കുക. ആ പ്രതിഫലത്തിന് പല തട്ടുകളുണ്ട്. 1 മുതൽ 7, 70, 700 അങ്ങനെ പോകാം. പക്ഷെ അതൊന്നാണ് വർദ്ധിക്കുന്നത്. പക്ഷെ ഒരു കർമ്മത്തിന് 2 പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണത്? ഒരാളുടെ കൈവശം, ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു പെൺകുട്ടിയുടെ അടിമയാണവൻ. ആ അടിമ പെൺകുട്ടികൾ അയാൾ വിദ്യാഭ്യാസം നൽകുന്നു, ആ പെൺകുട്ടിയെ സംസ്കാരം പഠിപ്പിക്കുന്നു, എന്നിട്ട് ആ പെൺകുട്ടിയെ മോചിപ്പിക്കുന്നു, എന്നിട്ട് ആ പെൺകുട്ടിയെ അദ്ദേഹം തന്നെ കല്യാണം കഴിക്കുന്നു. എന്താണ്? അടിമ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവളെ സംസ്കാര സമ്പന്നയാക്കുക, അവളെ മോചിപ്പിക്കുക, ആ പെൺകുട്ടിക്ക് അദ്ദേഹം വിവാഹം കഴിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് 2 പ്രതിഫലം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള ഉത്ബോധനങ്ങൾ എടോ, ലോകത്തെല്ലാ ഭാഗത്തും അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു കാലത്ത് ആരും പറയാത്ത കാര്യങ്ങൾ ഇങ്ങ് മദീനയിൽ വെച്ച് പറയുകയാണ്. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ പറയുന്നത്. അതൊക്കെ സ്വഹാബത്ത് കേൾക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ, സമീപനങ്ങൾ ആ സമൂഹത്തെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചു. ആ ഉപദേശങ്ങൾ അടിമമോചനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, പ്രസക്തിയെക്കുറിച്ച്, അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അപ്പോഴാണ് സ്വഹാബത്ത് മുന്നോട്ട് വരിക. ആരൊക്കെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ധനാഢ്യരായ സ്വഹാബത്ത് മുന്നോട്ട് വരിക. എന്തിനാണ്? എനിക്ക് കാശ് ചെലവഴിക്കേണ്ടത് അടിമത്ത മോചനത്തിന് വേണ്ടി. അദ്ദേഹം മോചിപ്പിച്ച ഒരാളാണ് ആര്? ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു തആല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സമ്പത്തുള്ളവരൊക്കെ യജമാനന്മാരിൽ നിന്ന് അടിമകളെ വാങ്ങി മോചിപ്പിച്ചു. സ്വന്തം കീഴിൽ അടിമകളുള്ളവരെയൊക്കെ അവർ സ്വമേധയ ഉപാധികളില്ലാതെ മോചിപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ അടിമകൾക്കും അടിമയുടെ മക്കൾക്കും, അല്ലെ വിമുക്ത അടിമകൾക്കും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് പറയുമ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ പ്രഗത്ഭരായ സ്വഹാബത്തുണ്ട്. ആരോഗ്യ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബത്ത്. അവരൊക്കെ ഉള്ള ഒരു സൈന്യത്തിൻ്റെ സർവ്വസൈനാധ്യപനായി എപ്പോഴാണ്? പ്രവാചകൻ്റെ അവസാന കാലത്ത് റോമിനെതിരെ ഒരു സൈന്യത്തെ സെറ്റ് ചെയ്യുകയാണ്, രൂപപ്പെടുത്തുകയാണ്. റോമാക്രമണത്തിന്, റോമൻ സൈന്യത്തിനെതിരെ മുസ്ലിങ്ങൾ യുദ്ധസന്നദ്ധരാകാൻ വേണ്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ രൂപീകരിക്കുമ്പോൾ ആ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്കറിയോ? മുമ്പ് അടിമയായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു. എന്താ പേര്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല. അദ്ദേഹം ഒരു വിമുക്ത അടിമയുടെ മോനാണ്. വിമുക്ത അടിമ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ട അടിമ. അതായിരുന്നു ഈ വിമുക്ത അടിമ. നിങ്ങളൊക്കെ അറിയാം, സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവാണ്. വിശുദ്ധ ഖുർആൻ ഒരു സ്വഹാബിയുടെ, ഒരു വ്യക്തിയുടെ, പ്രവാചകന്മാരല്ലാത്ത ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരുടെ പേരാ? ഈ സെയ്ദിൻ്റെ പേരാണ്. സൂറത്തുൽ അഹ്സാബിൽ സവിശേഷമായ പരാമർശമുണ്ട്. കുഞ്ഞായിരുന്ന കാലത്താണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആരോ പിടിച്ചു കൊണ്ടുപോകുന്നത്, തട്ടിക്കൊണ്ടുപോവുകയാണ്. കമ്പോളത്തിൽ അടിമയായി വിറ്റു. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അങ്ങാടിയിൽ പോയപ്പോഴാണ് ഈ കുഞ്ഞിൻ ഒരു വിൽപ്പന ചരക്കായി നിർത്തിയിരിക്കുന്നത്. സങ്കടം തോന്നി ആ കുഞ്ഞിനെ വില കൊടുത്ത് വാങ്ങി പിന്നീട് ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ റസൂൽ ആ കുഞ്ഞിനെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, മോൻ പോയിക്കോ, ഞാൻ നിന്നെ ഫ്രീ ആക്കി, സ്വതന്ത്രനാക്കി. നിന്റെ ഉപ്പയുടെ അടുത്തേക്ക് നീ പോയിക്കോ എന്ന് പറഞ്ഞു. കുഞ്ഞു പറഞ്ഞു, ഞാൻ പോവില്ല, എനിക്ക് എൻ്റെ ഉപ്പയേക്കാൾ ഇഷ്ടം നിങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം കൂടുവാർ സെയ്ദ് റളിയല്ലാഹു, സെയ്ദ് ബിൻ ഹാരിസ എന്നാണ് പൂർണ്ണമായ പേര്. സെയ്ദ് ബിൻ ഹാരിസ. ആളുകളൊക്കെ ഈ കുട്ടിയെ കണ്ടു, അള്ളാഹുവിൻ്റെ റസൂലോട് എപ്പോഴും ഒപ്പം. അള്ളാഹുവിൻ്റെ റസൂലിനാകട്ടെ സ്വന്തം മകനെ പോലെ സെയ്ദ് ബിൻ ഹാരിസ് സ്നേഹിക്കാൻ തുടങ്ങി. കാണുന്നവർക്ക് സെയ്ദ് ബിൻ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനാണെന്നേ തോന്നും. അതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ എന്ത് വിളിച്ചു? സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? സെയ്ദ് ബിൻ ഹാരിസയുടെ മകനെ ആളുകൾ സെയ്ദ് ബിൻ മുഹമ്മദ്, മുഹമ്മദിൻ്റെ പുത്രൻ എന്ന ആളുകൾ വിളിക്കും വിധം പ്രവാചകനും ഈ കുട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം അതിശക്തമായി മാറി. ആ സന്ദർഭത്തിലാണ് അള്ളാഹു ഇടപെടുന്നത്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അഹ്സാബ് 4ഉം 5ഉം ആയത്തുകൾ നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, വമാ ജഅല അദിയാഅക്കും അബ്നാഅക്കും, നിങ്ങൾ ദത്തപുത്രന്മാരെ മക്കളെന്ന് വിളിക്കരുത്. ഈ ദത്ത് സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത് അപ്പോഴാണ്. സ്വന്തം മക്കളെ വിളിക്കും പോലെ കാസിം ബിൻ മുഹമ്മദ് അല്ലേ എന്ന് വിളിക്കും പോലെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ ആളുകൾ അതങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ, ഏറ്റു വിളിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു ഇടപെടുന്നുണ്ട്. ദത്തപുത്രന്മാരെ ചേർത്ത് വിളിക്കുന്നവരെ മക്കളായി കണക്കാക്കാൻ പാടില്ല എന്നാണ്. ഉദ്ഉഹും ലിആബാഇഹിം എന്ന അടുത്ത ആയത്തിലുണ്ട്, അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കണം അല്ലേ. അങ്ങനെയാണ്, ഇങ്ങനെ വിളിക്കാൻ പാടില്ല. ആ വിളിയുണ്ടല്ലോ, അത് അവരുടെ വായ്ത്താര മാത്രമാണ്, അതിന് അംഗീകാരമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ചില നിയമങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ദത്തപുത്രന്മാരെ സ്വന്തം മക്കളെ പോലെ കണക്കാക്കരുത്. ദത്തപുത്രന്മാരെ നിങ്ങൾ എത്ര സ്നേഹിച്ചാലും അവർക്ക് രക്തബന്ധത്തിൻ്റെ സ്ഥാനമില്ല. ഒപ്പം സ്വന്തം മക്കൾക്ക് അനന്തരാവകാശം കൊടുക്കും പോലെ ദത്തപുത്രന്മാർക്ക് അനന്തരാവകാശം കൂടിയില്ല എന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ മോചിപ്പിച്ച വിമുക്ത അടിമയുടെ പുത്രൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു വെറും 19-ാമത്തെ വയസ്സിൽ, അദ്ദേഹത്തിൻ്റെ 19-ാമത്തെ വയസ്സിൽ, അതൊരു മാന്യതക്കുറവായി പ്രവാചകന് തോന്നിയില്ല. അടിമയുടെ മകൻ അല്ലേ, അങ്ങനെ വിളിച്ച സമൂഹങ്ങളുടെ അറബിയിൽ തന്നെ അടിമപ്പെണ്ണിൻ്റെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട്, കറുത്തവളുടെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അതൊന്നും ഒരു മാന്യത കുറവായി, അന്തസ്സിന് ചേരാത്ത ഒന്നായി അവിടുന്ന് തോന്നിയില്ല. ഉസാമത്ത് ബിൻ സെയ്ദിന് അധികാരം എന്തു കൊടുത്തു? സൈന്യാധിപൻ്റെ റോള് കൊടുക്കുക. ആ കുട്ടിയെ നേതൃത്വം കൊടുക്കും. അത്രത്തോളം പിന്നീട് നമ്മൾ മനസ്സിലാക്കണം, പിതാവ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ മുവത്തയിലേക്ക് അയച്ച ആ സൈന്യത്തിൽ അദ്ദേഹം പതാകവാഹകനായി മുന്നിൽ നിൽക്കുന്നു. അതിലാണ് അദ്ദേഹം രക്തസാക്ഷിയായി തീരുന്നത്. എന്ന കൂട്ടത്തിൽ
നിങ്ങളെ അറിയിക്കുകയാണ്. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രമാത്രം അടിമകളോടും അടിമകളെ ബന്ധപ്പെട്ടവരോടും അള്ളാഹുവിൻ്റെ റസൂലും ഇസ്ലാമും ഖുർആൻ കാണിക്കുന്ന ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണമാസന്നമായ അവസാന നിമിഷമാണ്. നമുക്കറിയാമല്ലോ, ആ സന്ദർഭത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരിക്കുകയാണെങ്കിൽ ആരായിരിക്കും അടുത്ത ഖലീഫ എന്ന ചർച്ചയാണ്. ആ ചർച്ച ഉമർ ബിൻ ഖത്താബിൻ്റെ ചെവിയിലെത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം രോഗാതുരനായിരിക്കെ മരണത്തിലേക്ക് പോകുന്ന നിമിഷമാണ്. അവിടുന്ന് ഇങ്ങനെയാ പ്രതികരിച്ചത്: എനിക്കൊന്നേ പറയാനുള്ളൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. ഹുദൈഫത്തുൽ യമാൻ റസൂലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഒരു സഹാബിയാണ്. ആര്? ഹുദൈഫത്തുൽ യമാൻ. ആ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു ഒരു അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സാലിം എന്നാണ്. എന്താണ്? സാലിം. വിമുക്ത അടിമയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, സാലിം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സാലിമിൻ്റെ പേരാണ് എനിക്ക് ശേഷം ഖലീഫയാകാൻ ഞാൻ നാമനിർദ്ദേശം ചെയ്യുക എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ നോക്കൂ, വിമുക്ത അടിമകളോട് ഇസ്ലാം പുലർത്തുന്ന സ്നേഹത്തിൻ്റെ സമീപനം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. ഇനിയാണ് വിഷയത്തിലേക്ക് കടക്കാൻ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ, പ്രവാചകത്വവുമായി വരുമ്പോൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അടിമത്തം എന്നത് അതൊരു ഇൻ്റഗ്രൽ പാർട്ട്, ഒരു അവിഭാജ്യ ഘടകമായി നിലനിന്ന ഒരു സംഭവമാണ്. പലരെയും വിശിഷ്യ യുദ്ധഘട്ടങ്ങളിൽ പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, യുദ്ധങ്ങളിൽ കിട്ടുന്ന ആളുകൾ, അവർക്ക് നമ്മൾ ക്യാപ്റ്റീവ്സ് എന്നാ പറയുക, ബന്ദികൾ. ആ ബന്ദികളെ, അതുപോലെ തന്നെ യുദ്ധത്തടവുകാരെ എന്താ ചെയ്യുക? യുദ്ധത്തിൽ കിട്ടുന്ന ബന്ദികളെ, യുദ്ധത്തടവുകാരെ എന്താ ചെയ്യുക? തോറ്റുപോകുന്ന വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നവരെ ജയിക്കുന്നവർ എന്താ ചെയ്യുക? ആ കാലഘട്ടത്തിൽ ഒന്നുകിൽ നിഷ്കരണം അവരെ കൊന്നുകളയും, വധിച്ചു കളയും, അല്ലെങ്കിലോ അവരെ അടിമകളാക്കി വെക്കും. ഇതായിരുന്നു രീതി. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ട് അടിമത്തം സമ്പൂർണ്ണമായി നിരോധിച്ചില്ല എന്ന ചോദ്യത്തിന് ഇതായിരുന്നു ആ കാലഘട്ടത്തെ സമീപനമെങ്കിൽ, മുസ്ലിം സൈന്യത്തിൽ നിന്ന് ശത്രുക്കൾ പിടിക്കുന്ന ബന്ദികൾ, യുദ്ധത്തടവുകാർ, അവർക്കെതിരെ ഗതി വരുമായിരുന്നില്ലേ? ഈ ഗതി വരുമായിരുന്നില്ലേ? ഒരു സമൂഹം ആ വിധം മുന്നോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരൊറ്റ ഉത്തരവിലൂടെ, ഒരു പ്രഖ്യാപനത്തിലൂടെ സമ്പൂർണ്ണമായ അടിമത്ത നിരോധനം പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ ഇസ്ലാമിന് സ്വാധീനമില്ലാത്ത രാഷ്ട്രങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇസ്ലാം ആ ഒരു സമീപനത്തിലേക്ക് വരാതിരുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഭാഗത്തേക്ക് വരുന്നവരെ നമ്മൾ കൊല്ലില്ല, അല്ലേ? മുസ്ലിങ്ങൾക്ക്, നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഹുനൈൻ യുദ്ധമുണ്ടല്ലോ, ഹുനൈൻ യുദ്ധം കഴിയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത് 6000 ബന്ദികളെയാണ്. മുസ്ലിങ്ങൾ ജയിക്കുക, 6000 പേരെ ഇങ്ങോട്ട് കിട്ടുകയാണ്. ഈ 6000 പേരെ അപ്പോൾ അവർക്കാ കിട്ടിയതെങ്കിലും അവർ ഒന്നുകിൽ നിഷ്കരണം കൊന്നുകളി, അല്ലെങ്കിൽ അവർ അടിമകളാക്കി, ബന്ദികളാക്കി. നമ്മളെന്താ ചെയ്യുക? അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റുമോ? അപ്പം നാം കൊല്ലാതിരിക്കുകയും അവർ കൊല്ലുകയും ചെയ്യുമ്പോൾ, അല്ലേ, അത് ഇസ്ലാമിന് ഭയങ്കരമായ നഷ്ടമാണ് വരുത്തുന്നത്. എന്ന് മാത്രമല്ല, ഈ സമ്പൂർണ്ണ അമേരിക്കയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അമേരിക്കയിൽ ഒരു ഭരണാധികാരി ഏറെ പുകഴ്ത്തപ്പെടുന്നുണ്ട്. ആരാണത്? അബ്രഹാം ലിങ്കണാണ്, അല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം അത്ര പുകഴ്ത്തപ്പെടുന്നത്? അദ്ദേഹം അടിമത്തം ഇല്ലായ്മ ചെയ്തു എന്നതുകൊണ്ടാണ്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. ആ മറുവശം എന്താണെന്നറിയോ? ഒരു സുപ്രഭാതത്തിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം കാലങ്ങളായിട്ട് അവർ ഒരു സുരക്ഷിതത്വം അനുഭവിച്ച്, അടിമയാണെങ്കിൽ തന്നെ വിശപ്പിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, അല്ലേ? കാലിത്തൊഴുത്താണെങ്കിലും കിടക്കാൻ ഒരു ഇടം കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇവരൊക്കെ സ്വതന്ത്രരാകുമ്പോൾ അവരെ സ്വീകരിക്കാനും സമഭാവനയോട് അവരോട് പെരുമാറാനും ഉള്ള ഒരു സമൂഹം എവിടെ ഉണ്ടാവില്ല. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കണ്ടതും കൊടുത്തു അതിനായിരുന്നു. ആളുകൾ അടിമകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അടിമയുടെ മക്കൾ എന്ന് വിളിക്കും.
അവരൊരു മാർഗവും ഇല്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ, ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ, മുന്നിലൊന്നുമില്ലാതെ വെറും ശൂന്യതയിൽ അവരിങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറും. അമേരിക്കയിൽ എന്താ സംഭവിച്ചത്? ആ അടിമത്ത സമ്പ്രദായം നിരോധിച്ചപ്പോൾ വിമുക്തരായ സ്വതന്ത്രരായ ആളുകളൊക്കെ എന്താ ചെയ്യാന്നറിയാം, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നേരത്തെ കിട്ടിയ സുരക്ഷിതത്വം ഇല്ലാതാകുന്നു, അന്നമില്ലാതാകുന്നു. ഈ മോചിതരായ മുഴുവൻ അടിമകളും ചരിത്രം പറയുന്നത് എന്താണ്? അമേരിക്കൻ ഐക്യനാടുകളിൽ സ്വതന്ത്രരായ വിമുക്ത അടിമകൾ അവരുടെ പഴയ യജമാനന്മാരുടെ അടുത്ത് പോയി കാൽക്കൽ വീണ് യാചിച്ചു. എന്ത്? ഞങ്ങൾ അടിമകളായി സ്വീകരിക്കണമെന്ന്. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇതാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. ഇത് വളരെ അസന്നിഗ്ധമാണ്, വളരെ സങ്കീർണമായ ഒരു ഘട്ടമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സവിശേഷമായ സാഹചര്യമാണ്. ആരും ഉൾക്കൊള്ളാനില്ലാത്ത, സ്വീകരിക്കാനില്ലാത്ത, പെരുമാറാനില്ലാത്ത ഒരു സമൂഹമായിട്ട് ഇവരങ്ങനെ നിലനിൽക്കും, സ്വതന്ത്രരായാലും. അതുകൊണ്ട് വളരെ ഉദാത്തമായ ഒരു സമീപനം, അത്യപൂർവമായ ഒരു സമീപനം, അടിമത്തത്തെ ആ വിധത്തിൽ അങ്ങനെ നിലനിർത്തുക എന്ന ഒരു തീരുമാനമായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ സന്ദർഭത്തിൽ കൈകൊണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേ സന്ദർഭത്തിൽ തന്നെ ഇസ്ലാം നോക്കൂ, ഒരടിമയും കൊന്നില്ല. മറുഭാഗത്ത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ, നിഷ്കരണം വധിക്കപ്പെടുമ്പോൾ, ക്രൂരമായിട്ട് അവരോട് പെരുമാറുമ്പോൾ, അവരുടെ മുഖത്ത് ചാർത്തവാറ് കൊണ്ട് അടിക്കുമ്പോൾ, അടിമപ്പോരുകൾ അവരെ പങ്കെടുപ്പിക്കുമ്പോൾ, അവർ മത്സരിച്ച് അടിച്ച് ചത്ത് ചാവുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുമ്പോൾ, മറുഭാഗത്ത് ഇസ്ലാമിൻ്റെ സൈഡിൽ ഒരു മനുഷ്യനെ, ഒരു അടിമയെ കൊന്നില്ല, ഒരാളെയും കൊന്നിട്ടില്ല. ഈ പറഞ്ഞ വിധത്തിലുള്ള സമീപനം അവരോടുണ്ടായത് എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദ് 4-ാമത്തെ ആയത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്: വ ഇമ്മ മന്നൻ ബഅദു വ ഇമ്മ ഫിദാഅൻ. വ ഇമ്മ മന്നൻ ബഅദു, ഒന്നുകിൽ നിങ്ങൾ അവരോട് ഔദാര്യം കാണിക്കുക, സ്നേഹത്തിൽ വർത്തിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക, അവരെ സമാശ്വസിപ്പിക്കുക, വിശപ്പകറ്റുക, സന്തോഷിപ്പിക്കുക, സമാധാനം കൊടുക്കുക, അതാണ് ഔദാര്യം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വ ഇമ്മ ഫിദാഅൻ, എന്ത് ചെയ്യണം? നിങ്ങൾ മോചന മൂല്യം വാങ്ങി അവരെ സ്വതന്ത്രരായി വിടണം എന്നാണ് അടിമകളുടെ വിഷയത്തിൽ പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, അടിമ എന്ന് വിളിക്കാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. നേരത്തെ പറഞ്ഞു, അകാരണമായി ഒരു മനുഷ്യനെ തല്ലുന്നത്, അടിക്കുന്നത് അവനെ അടിമയാക്കുന്നതിന് തുല്യമാണ് എന്ന് ഇസ്ലാം നിരീക്ഷിച്ചു. ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരു മനുഷ്യനെ അടിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? നമുക്ക് ആരെയും അടിക്കാൻ പറ്റില്ല. റസൂൽ ആരെയും അടിച്ചിട്ടില്ല, ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, മുഖത്ത് നോക്കി അവഹേളിച്ചിട്ടില്ല. അത് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ആ സുന്നത്ത് നാം പിൻപറ്റുന്നില്ല എന്നാണ്. നമുക്ക് അടിക്കാൻ അവകാശം. ആളുകളെ നിഷ്കരണം കൊല്ലുന്നു, റൂമുകളിൽ കിടന്നുറങ്ങുന്ന റൂമുകളിൽ ചെറിയ ചെറിയ പ്രശ്നത്തിൻ്റെ, തർക്കത്തിൻ്റെ പേരിൽ ഇന്നലെയും നാം കേട്ടു, കത്തി കൊണ്ട് കുത്തുന്നു. മനുഷ്യൻ്റെ വിവേകം എന്തിൻ്റെ പേരിലാണെങ്കിലും. ഒരാഴ്ച മുമ്പ് ഷാർജയിൽ നമ്മൾ കേട്ടു, ഇന്നലെ ഇവിടെ നിന്ന് നമ്മൾ കേട്ടു. വധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ആ വിധത്തിൽ അവനെ കോപത്തിന് ഇരയാക്കുന്നത് എന്താണ്? അറിയില്ലേ നമ്മളൊരു കാര്യം? നാം ജീവിക്കുന്ന ഈ നാടുണ്ടല്ലോ അല്ലേ, ഇവിടെ സ്വാധീനത്തിനും പണത്തിനും രാഷ്ട്രീയത്തിനും നേതൃത്വത്തിനൊന്നും യാതൊരു വിലയില്ലാത്ത സ്ഥലമാണ്. കുടുങ്ങിയവൻ കുടുങ്ങും. ഇവിടെ കൊല്ലപ്പെട്ടവനും കൊല്ലുന്നവനും ശരിക്കും കുടുംബം നഷ്ടപ്പെടുന്നു. കുടുംബത്തിന് രണ്ടുപേരെയും നഷ്ടപ്പെടും. എന്തുകൊണ്ടാണ് തിരിച്ചറിവില്ലാത്തത്? അടിക്കുന്നത് പോലും അത് യജമാനന്റെ ധാർഷ്ട്യത്തിന്റെ ഭാഗമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുക. അടിയാകട്ടെ, വേറൊന്നല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈജിപ്തിൻ്റെ ജേതാവ്, ഈജിപ്തിൻ്റെ ഗവർണറായിരുന്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഗവർണറായിരിക്കെ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പാവപ്പെട്ടവനെ ഒന്ന് അടിച്ചു. ഇവിടെ ഈജിപ്തിലെ അടി നടക്കുന്നു. അന്ന് മദീന ഇസ്ലാമിക എംപയർ ഖിലാഫത്തിൻ്റെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഉമർ മദീനയിൽ റളിയല്ലാഹു അൻഹു. അടി ഈജിപ്തിൽ. അടിക്കുന്നത് ഗവർണറുടെ പുത്രൻ, ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ ഗവർണറുടെ പുത്രൻ അന്യായമായി ഒരു പാവപ്പെട്ടവൻ അടിക്കും.
ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഗവർണറുടെ പുത്രൻ അടിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ടവനെ വെറുതെ. ആളുകൾ പറഞ്ഞ വാക്ക് ശീഘ്രം മദീനയിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിലെത്തുന്നു. ഉമർ റളിയല്ലാഹു രണ്ടാമതൊന്നും ആലോചിച്ചില്ല, ഉടനെ വിളിക്കുന്നു ആരെ? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അംറേ, നീ എപ്പോഴാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത്? അടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഒരടി അടിച്ചിട്ടേ ഉള്ളൂ. അതും അംർ ഇബ്നു ആസ് അല്ല അടിച്ചത്, അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ നടന്ന ആ സംഭവത്തിൻ്റെ പേരിൽ ഗവർണറായിരുന്ന അംർ ഇബ്നു ആസിനോട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന ചോദ്യം, നീ എന്ന് മുതലാണ് അംറേ എന്ന് വിളിച്ചിട്ട്, നീ എന്ന് മുതലാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത്? അവരൊക്കെ അവരുടെ മാതാക്കളാൽ സ്വതന്ത്രരായി പിറന്നവരല്ലേ? അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ടല്ലേ പ്രസവിച്ചത്? നീ എപ്പോഴാണ് അടിമകളാക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുന്ന ഈ ചോദ്യത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ എന്ത് അടിമത്ത സമ്പ്രദായത്തോടുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല സമീപനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാം, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതെല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും സമത്വമാണ്. ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത് എന്താണ്? സമ്പൂർണവും അർത്ഥപൂർണവുമായ അടിമത്ത മോചനമാണ്. ഒരു ഉത്തരവിലൂടെ, ഒരു പ്രഖ്യാപനത്തിലൂടെ അടിമത്തം നിരോധിച്ചു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു ഭാഗത്ത് നിരപരാധികൾ നിഷ്കരണം കൊല ചെയ്യപ്പെടുകയും മറുഭാഗത്ത് അവർ സ്വതന്ത്രരായി ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്നവർ സ്വതന്ത്രരായി വിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ഇസ്ലാമിൻ്റെ മുസ്ലിം സമൂഹത്തിനും ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും വരുത്തുന്ന ഭീകരമായ നഷ്ടത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോകാതിരുന്നത് എന്നുകൂടി വിമർശകരോട് പറയാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ ക്ലാസിൻ്റെ ചുരുക്കം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സമ്പൂർണവും അർത്ഥപൂർണവുമായ അടിമത്ത മോചനമാണ്. ചരിത്രത്തിനറിയാം ഒരിക്കലും ഇസ്ലാമിന് അടിമത്തവുമായി പൊരുത്തപ്പെടാൻ സാധിക്കില്ല. ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നീ ഈ ഒരു കൃത്യത്തെ ഒരു സുഹൃതമായി നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ നന്മകൾ നീ കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇൽമു പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നീ നൽകണമേ റഹ്മാനെ. ഞങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ സുഖവും സന്തോഷവും ഖൈറും ബർക്കത്തും നീ നൽകണമേ റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രാരാബ്ധങ്ങളിൽ നിന്ന് ഞങ്ങളെയും സർവരെയും നീ കാത്ത് രക്ഷിക്കണമേ റഹ്മാൻ. സന്തോഷദായകമായ ഒരു സാഹചര്യവും സുരക്ഷിതത്വവും നിർഭയത്വവും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ഇവിടെ തൊഴിലെടുക്കുന്നവർക്കും നാട്ടിലുള്ളവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഗുരുതരമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന്, അതുപോലെയുള്ള മോശം രോഗങ്ങളിൽ നിന്ന്, വലിയ വലിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ അധ്യാപകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് പലരും മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണമേ റഹ്മാനെ. അതിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് നീ നൽകണമേ റഹ്മാനെ. അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്ക് അല്ലാഹുവേ നീ പരിപൂർണമായ ശിഫ ആഫിയത്ത് നൽകണമേ റഹ്മാനെ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, കൂട്ടത്തിൽ എൻ്റെ മൂത്ത സഹോദരൻ്റെ ഭാര്യയും മെലിഞ്ഞാന്ന് മരണപ്പെട്ടു. എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അല്ലാഹ്. അതുപോലെ മരണപ്പെട്ടു ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.